കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഒന്നാം സ്ഥാനം നൽകിയ ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ആര് അവിടെ മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയും? രാഷ്ട്രീയത്തിൽ BJPയുടെ രാഷ്ട്രീയ പ്രവർത്തകരോ അതോടൊപ്പം തന്നെ ഈ പുറത്തു നിന്നുള്ള മുഖങ്ങളോ ആരാണ് അവിടെ കൃത്യമായി വിജയ സാധ്യതയുള്ളത്? അവിടെ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത മണ്ഡലമാണ്. കാരണം വട്ടിയൂർക്കാവ് എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുണ്ട്, ഒരുപാട് പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പിന്നെ ഈ പല സഭകൾക്ക് അവിടെ ലോക്കലായിട്ട് സ്വാധീനമുണ്ട്. എന്ന് വെച്ചാൽ പെന്തക്കോസ് തൊട്ടിട്ട് വനങ്കര സഭ വരെയുള്ളവർക്ക് സ്വാധീനമുണ്ട്. ശക്തമായ നായക വോട്ടുണ്ട്, അതെല്ലാം ഉണ്ട് അവിടെ. പക്ഷെ ഇപ്പോൾ MLA ഇഴവനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവരങ്ങനെ നായക വലിയ അട്ടിമറിയായിരുന്നു. സെക്യുലറായിട്ട് തിരുവനന്തപുരം പല ഏരിയയുടെ ആൻറ്റി നായർ ആൻറ്റി ഇഴവുള്ള സ്ഥലമാണ്. എന്നിട്ട് ജയിക്കുന്നുണ്ട്. ആ നാട്ടിൽ വളരെ കോസ്മോപൊളിറ്റൻ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ഒരു റിസൾട്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ BJP പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ 3 പേര് രാജാവിൻ്റെ ഏരിയ വെക്കുന്നു. രാജാവ് എന്നാൽ ജയിക്കുമെന്ന് എനിക്കെല്ലാം ഉറപ്പൊന്നുമില്ല. ഹിന്ദു വോട്ടുകൾ കൂടുതൽ കിട്ടും, പക്ഷെ അപ്പോൾ തന്നെ കൺസോൾട്ടേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ രാജാവിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജനങ്ങളുമായിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ മറ്റുള്ളവരെക്കാട്ടും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ജനങ്ങളുമായിട്ട് ഇഴകിച്ചേരാൻ പറ്റില്ല. അത് അവരുടെ ഒരു പ്രോബ്ലമാണ്. രാജാക്കന്മാരുടെ പൊതുവെ ഇഴകിച്ചേരുക എന്നുള്ള ജനാധിപത്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പിന്നെ രാജാവ് എന്നൊക്കെ ഇപ്പോഴത്തെ പുതിയ ഏകദേശം ഒരു പുച്ഛമാണ്. പിന്നെയുള്ള ശ്രീലേഖമാണ് മത്സരിക്കും എനിക്ക് തോന്നുന്നില്ല. അവർ എത്തിക്സ് ഉള്ള ലേഡിയാണ്. കാരണം അവർ ഈ ആവശ്യമില്ലാത്ത ചിലവുകൾ ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് പിന്നെ ഇലക്ഷൻ നടത്തണം ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല. പിന്നെയുള്ള കൃഷ്ണകുമാറാണ്, അയാളവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൃഷ്ണകുമാർ ഈ പറഞ്ഞ രാജാവിനുണ്ടായ നേറ്റീവ്സൊക്കെ കൃഷ്ണകുമാറിനുണ്ടായിരുന്നു, സിനിമക്കാരൻ സ്വർഗജാതൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം അത് മറികടന്നിട്ടുണ്ട്. പല രീതിയിലും ഒരു കൺസൾട്ടൻസിനെ സംബന്ധിച്ച് മറികടക്കുന്നുണ്ട്. അപ്പം അവിടെ ഞാനെപ്പോഴും ചിന്തിക്കുന്നത് വോട്ട് എപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ നിന്നാണ് വോട്ട് ചെയ്യുന്നത്. ജനങ്ങളെ കൊണ്ട് നമ്മളെന്ത് സംഭവം തോന്നിപ്പിച്ച് വോട്ട് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ അതുവരെ നമ്മളെ മിത്രങ്ങളായിരുന്ന ഒരു ശത്രുക്കളാവും, അതുവരെ നമ്മൾ പോസിറ്റീവ് കണ്ടവർ നെഗറ്റീവ് ആവും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ രീതി അനുസരിച്ചിട്ട് കൃഷ്ണകുമാറാണ് കുറച്ചും കൂടി അവർക്ക് അവിടെ വെക്കാൻ പറ്റിയ സാധനം. പക്ഷേ BJP തന്നെ കൃഷ്ണകുമാർ ഒരുപാട് പേരുകൾ വേറെ ഞാൻ കേട്ടു, പലരും അവിടെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അതാണ് തുടക്കം ഞാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞത്. ഒന്ന് നേമവും വട്ടിയൂർക്കാവ്. അത്രത്തോളം പ്രാധാന്യമുണ്ടല്ലോ ആ മണ്ഡലത്തിൽ. അതിപ്പോൾ ലോക്സഭയിൽ രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയ വോട്ട് നോക്കണ്ട, ഓരോ ഇലക്ഷനും റിസൾട്ടുകൾ മാറും. ഇപ്പോൾ സ്ഥാനാർത്ഥി ഓക്കെ മുരളീധരനാണെങ്കിൽ മുരളി ജയിക്കല് എന്നാണ് RSS ആഗ്രഹിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ BJP ജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ ഒരു CPM-ന് വോട്ട് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് അവിടെ. അല്ല, അതാണ് ഈ മുരളീധരനും പ്രശാന്തും അടക്കമുള്ള വലിയ സ്രാവുകൾ മത്സരിക്കുമ്പോൾ കൃഷ്ണകുമാറിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ല, അത് വലിയ സ്രാവുകൾ എന്നുള്ളതല്ല. എപ്പോഴും ജനങ്ങൾ അണ്ടർഡോഗ്സിന് എപ്പോഴും ഉണ്ട്. അണ്ടർഡോഗ്സിന് ആളുകൾ ശ്രദ്ധിക്കില്ല, അവരുള്ളിൽ കൂടെ കളിക്കും. പക്ഷെ അവിടെയുള്ള ജനങ്ങളെ ഇളക്കി വോട്ട് ബൂത്തിലെത്തിക്കാനാണ് പാട്. കാരണം ഒരു എലീറ്റ് മേഖലയാണ് ഈ BJP നേതാക്കൾ ഉൾപ്പെടെ. അവർ പലരും വോട്ട് ചെയ്യാൻ പോകില്ല. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും പോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ വട്ടിയൂർക്കാവ്. അപ്പോൾ അവരെ ഇളക്കി വോട്ട് ചെയ്യിപ്പിക്കാൻ BJPക്ക് പറ്റിയ BJP ജയിക്കും. BJP ജയിച്ചിട്ടുള്ള എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള വോട്ട് ചെയ്യാൻ പോകാത്ത ആളുകൾ ഇളക്കും. കാരണം CPM-മാർ കൃത്യമായി വോട്ട് ചെയ്യാൻ പോകും. കോൺഗ്രസ്സുകാർ അവർക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർ ജയിപ്പിക്കും. ഈ RSS-കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പാടാണ്. കാരണം അവർക്ക് ഒരു അത്യാവശ്യം ഭേദപ്പെട്ട ജീവിക്കുന്ന ആളുകളായി. അവർ വോട്ട് ചെയ്യാൻ പോകില്ല, അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കും. അതിന് ഇളക്കാൻ പറ്റണം. അത് രാജാവായ ചിലപ്പോൾ അവർ വോട്ട് ചെയ്യും, പക്ഷേ വേറെ പല സ്ഥലത്ത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും. അതുകൊണ്ട് ഒരു ഡിഫിക്കൽട്ട് ചോയ്സ് ആളാണ് അവിടെ. പിന്നെ മാത്രമല്ല അവിടെയുള്ള എതിർ സ്ഥാനാർത്ഥി പ്രശാന്ത് വളരെ പോപ്പുലറാണ്. പൊതുവേ CPM-മാർക്ക് സിറ്റി MLA സാധ്യതാ പട്ടിക ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. അതിലെല്ലാം ശ്രീലേഖയുടെ പേരാണ്. വേണം മത്സരിക്കും തോന്നില്ല. അവരൊരു നിലപാടുള്ള സ്ത്രീയാണ്. അവർ പറയുന്നത് 1 നേഷൻ 1 ഇലക്ഷൻ വിശ്വസിക്കുന്ന ആളാണ് അവർ. അപ്പം അത് നിലവിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഇതിപ്പോൾ ഒരു ബൈ ഇലക്ഷൻ കാലം. അതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല. അത് ജനങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ശ്രീലേഖയോടെ മത്സരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സുരേഷ് ഗോപിനോട് പണ്ട് അമിത്ഷാ പറഞ്ഞ പോലെ ബായ് മദത് കരോ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സുരേഷ് ഗോപി അങ്ങനെയാണ് കഴിഞ്ഞ നിയമസഭ അനുസരിച്ച് ഞാൻ അഭിനയിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞു. അപ്പം മോഡിക്ക് പിന്നെ എങ്ങനെ നിർബന്ധിച്ചില്ല. അമിത്ഷാ അമിത്ഷാന്റെ സ്വഭാവമായിരുന്നു. അമിത്ഷാ വന്ന് ബായ് മദത് കരോ അതിൽ വീണുമായിരുന്നു. അങ്ങേര് ഇവിടെ വന്നിട്ട് ഒന്ന് പപ്പയെ ചെയ്യിച്ചോട്ടെ ഞാൻ അല്ല അങ്ങനെ ജയിച്ചു പോയി. അല്ല, അന്നും 40,000 അതാ പറഞ്ഞേ മര്യാദയ്ക്ക് ശ്രമിച്ചിട്ടില്ല. അത് പപ്പയെ ചെയ്യിച്ചോട്ടെ വിചാരിച്ചോ. അല്ല, ആ പേര് ഉയർന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഇനി പപ്പേച്ചി വട്ടിയൂർക്കാവ് വരുമോ?
ചേച്ചി അനിയനും തമ്മിൽ ഫൈറ്റ് ആവുമോ? അല്ല, അങ്ങനെ ചിലപ്പോൾ ചേച്ചി ജയിക്കും. BJP-ക്കാർ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാതെ. പ്രശാന്തിന് മുരളിയാണെങ്കിൽ പ്രശാന്തിന് കിട്ടുന്ന കുറച്ച് മുസ്ലിം വോട്ട് കോൺഗ്രസിലേക്ക് പോകും, കുറച്ച് ബന്ധക്കോസ് വോട്ടൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം BJP-ക്ക് സാധ്യതയുണ്ട്. പത്മജ ആണെങ്കിൽ BJP ബെറ്റർ കാൻഡിഡേറ്റാണ്. പക്ഷെ പത്മജിക്ക് ഈ പ്രശ്നമുണ്ട്, നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങാന്നുള്ളത്. ഈ നാട്ടുകാരുടെ വല്ലാത്തൊരു സാധനങ്ങളാണ്. നിങ്ങൾ എന്ത് സംഭവമാണ്. പിന്നെ ഈ പത്മജ എന്നൊരു സ്ഥാനാർത്ഥി തൃശ്ശൂരാണോ വട്ടിയൂർക്കാവാണോ മികച്ചത്? തൃശ്ശൂർ അവരെ വെട്ടു. BJP-യിലാണ്, BJP-യിലായിട്ടും കാര്യം, കോൺഗ്രസിലാണ് വെട്ടി തോറ്റത്. തൃശ്ശൂർ എല്ലാ പാർട്ടിയും ഭയങ്കര വെട്ടാന്ന് ഞാൻ കേട്ടത്. അല്ല പിന്നെ സുരേഷ് ഗോപിനെ പോലെ കർണാകനെ വെട്ടി, മുരളീധരനെ തന്നെ വെട്ടി. തൃശ്ശൂർ വെട്ടാത്ത ഒരാൾ പേര് അല്ല, അങ്ങനെ ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള അന്നല്ല കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസ് ഒന്ന് കോൺഗ്രസ് അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു നാടിന്റെ ഒരു പ്രത്യേകതയാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലമാണ്. അല്ലെ പിന്നെ സുനിൽകുമാറിനെയൊക്കെ പോലെ വളരെ പാപങ്ങൾ, രാധാകൃഷ്ണനെ പോലെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കും അവരോട്. സുനിൽകുമാറും തോറ്റല്ലോ, സുരേഷ് ഗോപി ആയതുകൊണ്ട് ഈ പാവങ്ങളോട് അവർക്കൊരു ദയുണ്ട്, നമ്മളെ പോലെ ഒരു വോട്ട് ചെയ്തേക്കാം. അതല്ലാതെ പാവപ്പെട്ടവരും പൈസ, സുരേഷ് ഗോപി മാത്രമാണ് പാവപ്പെട്ടവരും പൈസക്കാരും നമ്മുടെ യുദ്ധത്തിൽ അവിടെ രക്ഷപ്പെട്ടു വരും. അല്ലെങ്കിൽ പൈസക്കാരും നമ്മൾ യുദ്ധം ചെയ്യില്ല, പാവപ്പെട്ടവരും. പാവപ്പെട്ടവരും പൈസക്കാരനും യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പാവപ്പെട്ടവരെ ജയിക്കും. ലീഡർ ആരോടാ തോറ്റത്? അപ്പം തൃശ്ശൂരിനെക്കാട്ടും കുറച്ചുകൂടി നല്ലത് തൃശ്ശൂർ എവിടെ പണി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, ഏത് വൈകി കത്തി കയറുമെന്ന് പറയാൻ പറ്റില്ല. ലീഡർ വന്നിട്ടുണ്ട്. സാറ് പറയുന്നത് തൃശ്ശൂരിൽ പത്മജ നിൽക്കുകയാണെങ്കിൽ പരാജയപ്പെടും. തൃശ്ശൂർ പത്മജ നിൽക്കുകയാണെങ്കിൽ വിജയം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. വട്ടിയൂർക്കാവിലാണെങ്കിൽ ആ പ്രശ്നം, വട്ടിയൂർക്കാവിലാണ് വിജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ പിന്നെന്നുള്ള കുത്ത് താരതമ്യം കുറവായിരിക്കും. പിന്നെന്നുള്ള കുത്താണ് പല രാഷ്ട്രീയക്കാർ. ഈ പിണറായി വിജയൻ ഇത്രയും വിജിലന്റ് ആയതുകൊണ്ടാണ്, നരേന്ദ്രമോദി ഇത്രയും വിജിലന്റ് ആയത്. മുന്നിലുള്ള ശത്രുവല്ല. അല്ല, പക്ഷെ സാറിന്റെ നാട്ടിൽ പറയുന്ന ഈ തെക്കുള്ളവരെയാണ് ബുദ്ധിമുട്ടെന്ന് എന്താ ഇപ്പം എനിക്കില്ല. തെക്കുള്ളത് വെച്ചാൽ തിരുവിതാംകൂർ, അത് തിരുവിതാംകൂറല്ല, അതെങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അതിനെങ്ങനെ വന്നേ അത് ആ തെക്കുകാരനോട് പറയുന്നത്. തെക്ക് എന്നവർ പറയുന്നത് വെച്ചാൽ ഈ സെൻട്രൽ ട്രാവൻകൂറിന്ന് പണ്ട് കുറേ ആദ്യകാലത്ത് സ്കൂളുകൾ നടത്താൻ വേണ്ടിയിട്ട് ആദ്യം എഡ്യൂക്കേഷൻ കിട്ടിയ കുറച്ച് ആളുകൾ അങ്ങോട്ട് പോയിരുന്നു. അവരവിടെ ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ വിദ്യാഭ്യാസം കുറവാണ്, പിന്നെ ശുദ്ധഗതിക്കാരാണ്. അപ്പോൾ അവർ നമ്മളെല്ലാ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്താൽ സ്കൂൾ മാഷെ കുറച്ച് കഴിഞ്ഞിട്ട് ആചാര്യയുടെയും പിന്നെ നായരുടെയൊക്കെ സ്വത്ത് മൊത്തം ഇവർ കള്ളൊപ്പൊക്കെ ഇട്ട് അടിച്ചെടുത്തു. പിന്നെ സാൾട്ട് മാങ്കോത്ത് എന്നുള്ള സിനിമ അല്ലേ കൂടെ ഇവിടെ, അതിലുപോലെ യോഗ്യത ഇല്ലാത്ത ആളുകളെ കള്ള സർട്ടിഫിക്കറ്റ് കാണിച്ച് ടീച്ചേഴ്സാക്കി അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് ഞങ്ങൾ അന്ന് കേട്ടോ, ഇന്നിപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ. അന്ന് നമ്മുടെ നാട് കുറച്ച് ഫ്യൂഡലായിരുന്നു, നാടെല്ലായിടത്തും ഒരുമിച്ച് നിൽക്കും, ആളുകളെ പറ്റിക്കില്ല എന്നൊക്കെ ഉണ്ട്. പറ്റിക്കാന്നുള്ളത് നമ്മുടെ നാട്ടിൽ അന്നും ഇന്നും ഭയങ്കര കുറ്റമാണ്. പക്ഷേ നമ്മളിപ്പോൾ സെൻട്രൽ ട്രാവൻകൂറിൽ ചില മേഖലയിൽ പോകും, പറ്റിക്കുന്ന കുറ്റമൊന്നുമല്ല, മനസ്സിലായി. സെൻട്രൽ ട്രാവൻ തൃശ്ശൂർ തന്നെ പലതും പറ്റിക്കുന്ന പൈസ ഉണ്ടാക്കുന്നത് മാത്രമാണ്, പറ്റിക്കുന്ന കുറ്റമല്ല. അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. അത് തിരുവിതാംകൂറെ പറ്റി അല്ല. അത് തിരുവിതാംകൂർ ബേസിക്കലി നമ്മുടെ നാട്ടുകാരൊക്കെ പോലെ തന്നെ പൊതുവെ ശുദ്ധരായ മനുഷ്യന്മാർ. പിന്നെ എന്നെയൊക്കെ പോലുള്ള നീ ഇവിടുത്തെ നാട്ടുകാരല്ലേ, നിങ്ങൾക്കറിയാം. എന്നെപ്പോലുള്ള ഭരത്തന്മാരാണ് പ്രശ്നക്കാർ. അത് ഞങ്ങൾ ഭരത്തന്മാർക്ക് എല്ലാ സ്ഥലത്തും വരും പേടിയായിരിക്കും, അതിൻ്റെ ഒരു പ്രശ്നമാണ്. പേടിയും ഞങ്ങൾ രണ്ടാം തരക്കാരായി പോകുന്നു തോന്നലും ഉണ്ടാവും. നീ ഏത് ഭരത്തനെ നോക്കിയാലും മതി, ആ പ്രശ്നമുണ്ടാവും. ആ തിരുവിതാംകൂറുകാർ ബേസിക്കലി മലബാറുകാരെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തിരുവിതാംകൂറുകാർ കുറച്ചുകൂടി ഭരണം നടത്തുന്നത് മുഴുവൻ പുറത്തുള്ളവരാണല്ലോ തിരുവനന്തപുരത്ത്. ആണ് അതെ. അല്ല, ഭരണം നടത്തുന്നത് വെച്ചാൽ അത് അവിടെ നിന്ന് ജയിച്ചു വിടുന്നോണ്ടല്ലേ. പൊതുവെ ജയിച്ചവരുണ്ടല്ലോ, എംപിമാരെ എടുത്തു നോക്കി എത്ര എംപിമാരെ തിരുവിതാംകൂർ കഴിവുള്ളവർ അംഗീകരിക്കുന്ന സ്ഥലമാണ്. അതാണ് ശശി തരൂരൊക്കെ രക്ഷപ്പെട്ടു. ഞാനിപ്പോൾ ഈ പറയുന്ന സെൻട്രൽ ട്രാവൻകൂർ എന്ന് പറയുമ്പോൾ അവിടെ നായന്മാരെ നമുക്ക് നമ്പാം, നായന്മാർ പിന്നെ നൂത്തൊന്നുമില്ല. വേറെ ചില ആളുകൾ പിന്നെ നൂത്തും. അത് തൃശ്ശൂർ വിട്ടിട്ട് അങ്ങ് കൊല്ലം വരെയുള്ള ഏരിയകളിൽ മാവുക. തിരുവനന്തപുരം എത്തുമ്പോൾ മാവുക. തിരുവനന്തപുരം വേറൊരു സ്ഥലമാണ്, കുറച്ചുകൂടെ ഫ്യൂഡലായിട്ടുള്ള കോഴിക്കോടൊക്കെ പോലുള്ള സ്ഥലമാണ്. ഇവിടെ അങ്ങനെ പിന്നുന്ന കുത്തൽ ഈ നാട്ടുകാർ പൊതുവെ കുറവാണ്. ഇതധികം ഭരത്തന്മാരായി വന്ന ആളുകളാണ്. ഭരത്തന്മാർ ഏത് നാട്ടിൽ പോയാലും ഒരേ സ്വഭാവക്കാരായിരിക്കും. പിന്നെ ചില നാടുകളിൽ എന്ന് വെച്ചാൽ അവർ വളരെ ക്യാപിറ്റലിസ്റ്റിക്കാണ്. അവർക്ക് എന്ത് കിട്ടിയെന്ന് നോക്കുള്ളൂ, ഇല്ല പ്രത്യേക ആൾ വിഭാഗത്തിൽപ്പെട്ട ആൾ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് തിരുവിതാംകൂറിനെ പറ്റിയല്ല ഞങ്ങൾ ഈ ബേസിക്കലി പറയുന്നത്, അത് ഈ വിഭാഗത്തെ പറ്റിയാണ്. ഫസ്റ്റ് ജനറേഷൻ ടീച്ചേഴ്സായിട്ട് മലബാറിലേക്ക് പോയ സെൻട്രൽ ട്രാവൻകൂറിന് പോയിട്ടുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പറ്റിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.